Hi guys, welcome back to the YouTube channel. So today is day 22 of 150 day lead code challenge. നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 22 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തിട്ടുള്ളത്. സോ അറേ സോൾവ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ പല ടൈപ്പ് അറേ സോൾവ് ചെയ്തു, 2 സോൾവ് ചെയ്തു. ഇതായപ്പോൾ സ്ലൈഡിങ് വിൻഡോയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ക്വസ്റ്റ്യൻ നമുക്കിവിടെ കാണാം. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ദ സബ്സ്ട്രിങ് ഓഫ് സൈസ് 3 വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടേഴ്സ്. സോ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ സ്ട്രിങ് ഈസ് ഗുഡ് ഇഫ് ദർ ആർ നോ റിപ്പീറ്റഡ് ക്യാരക്ടേഴ്സ്. ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് ഗുഡാണ് എപ്പോൾ ഒരു റിപ്പീറ്റഡ് ക്യാരക്ടേഴ്സും ഇല്ലാത്തപ്പോൾ. സോ ഗിവൺ എ സ്ട്രിങ് യെസ്, റിട്ടൺ ദ നമ്പർ ഓഫ് ഗുഡ് സബ്സ്ട്രിങ്സ് ഓഫ് ദ ലെങ്ത് 3. അപ്പോൾ എസ് എന്ന് പറയുന്നൊരു സ്ട്രിങ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, ഇവിടെ കാണാം. അപ്പോൾ അതിൽ റിട്ടൺ ദ നമ്പർ ഓഫ് ഗുഡ് സബ്സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 3 ലെങ്തിലുള്ള, അതായത് 1 2 3 ഇതൊരു സബ്സ്ട്രിങ് ആണല്ലേ. 3 ലെങ്തുള്ള ഒരു സബ്സ്ട്രിങ് ആണ് ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പല സബ്സ്ട്രിങ്സ് ഉണ്ട്. ഇതൊരു സബ്സ്ട്രിങ് ആണ്, ഈ കാണുന്ന ഒരു സബ്സ്ട്രിങ് ആണ് 3 ലെങ്തുള്ള. ഇതൊരു സബ്സ്ട്രിങ് ആണ്, പക്ഷെ അത് 3 അല്ല, അത് മൊത്തത്തിലുള്ളൊരു സബ്സ്ട്രിങ് ആണ് അല്ലേ. ഇതൊരു സബ്സ്ട്രിങ് ആണ്, പക്ഷെ അത് 2 ആണ് അല്ലേ. അപ്പോൾ ഇതൊരു സബ്സ്ട്രിങ് ആണ്, 3 ആണ്. അപ്പോൾ ഇങ്ങനെ 3 ലെങ്തുള്ള സബ്സ്ട്രിങ്സ് എടുക്കുക. അപ്പോൾ അതിൽ റിട്ടൺ ദ നമ്പർ ഓഫ് ഗുഡ് സബ്സ്ട്രിങ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിനകത്ത് എത്ര 3 ലെങ്തുള്ള സബ്സ്ട്രിങ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. എന്നിട്ട് അതിനകത്ത് ഗുഡ് സബ്സ്ട്രിങ്സ് റിട്ടേൺ ചെയ്യണം. എന്താണ് ഗുഡ് സബ്സ്ട്രിങ്? അതായത് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാകാൻ പറ്റില്ല. XYZ ഗുഡ് ആണോ? അല്ലേ, അതെ, കാരണം റിപ്പീറ്റിംഗ് ആയിട്ട് ഒന്നും തന്നെ അതിലില്ല. YZ ഗുഡ് ആണോ? അല്ല, കാരണം Z 2 വട്ടം ഉണ്ട്. സിമ്പിൾ. സോ നമുക്കിതിൻ്റെ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സാധനം ഒന്ന് എടുക്കുക. നമുക്കിവിടെ സാധനം കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സബ്സ്ട്രിങ്, അല്ല സ്ട്രിങ് എന്ന് പറയും. സോ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലൂപ്പ് ത്രൂ ദ സ്ട്രിങ് അല്ലേ, സ്ട്രിങ്ങിലൂടെ ലൂപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്തിനാണ് ലൂപ്പ് ചെയ്യുന്നത്? കാരണം ലൂപ്പ് ചെയ്യാണ്ട് നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ ലൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് n² കോംപ്ലക്സിറ്റിയിലോട്ടൊന്നും പോകുന്നില്ല. പകരം നമ്മൾ സ്ലൈഡിങ് വിൻഡോ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് സ്ലൈഡിങ് വിൻഡോ യൂസ് ചെയ്യുന്നു? ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നമ്മളൊരു സബ്സ്ട്രിങ് കണ്ടുപിടിക്കാൻ. സബ്സ്ട്രിങ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു സബ്സ്ട്രിങ് ആണ്. അപ്പോൾ ഈ ഒരു സബ്സ്ട്രിങ്ങിനെ എടുത്ത് നമുക്കിങ്ങനെ വാല്യുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കാണാം, ഞാനിവിടെ വരച്ചതൊരു വിൻഡോ ആണല്ലേ, ഒരു റീജിയൻ ഓഫ് ആ പോർഷനാണ്, ആ ഒരു ടോട്ടൽ സീക്വൻസിൻ്റെ. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ബെസ്റ്റ് 2 പോയിൻ്റർ തന്നെ, സ്ലൈഡിങ് വിൻഡോ തന്നെയാണ്. 2 പോയിൻ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം സ്ലൈഡിങ് വിൻഡോയ്ക്കകത്ത് 2 പോയിൻറ്റേഴ്സ് ഓൾവേസ് ഉണ്ട്. ഒരു സ്റ്റാർട്ടിങ് പോയിൻ്ററും ആ വിൻഡോയുടെ റേഞ്ച് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെന്തായിട്ട് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ സോ വട്ടവർ. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ സ്ലൈഡിങ് വിൻഡോ വെച്ചിട്ട് ഇതിനെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 3 ലെങ്തുള്ള സബ്സ്ട്രിങ് ആണ് വേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിതാ ഇവിടെ നിന്നും ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ലൂപ്പ് ഈ എൻഡ് വരെ കൊണ്ടുപോകണം. പക്ഷേ ഈ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ലൂപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഐറ്ററേറ്റ് ചെയ്യേണ്ട പോയിന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് വേണം. കാരണം നമുക്ക് 3 ലെങ്തുള്ള സബ്സ്ട്രിങ് വേണം. ഇതൊരു 3 ലെങ്തുള്ള സബ്സ്ട്രിങ് ആണ് അല്ലേ. അതുപോലെ 3 ലെങ്തുള്ള വേറെ സബ്സ്ട്രിങ് ഏതാ ഉള്ളത്? അടുത്ത ഞാൻ വേറൊരു കളറിൽ വരയ്ക്കാം. ഇത് 3 ലെങ്തുള്ള അടുത്ത സബ്സ്ട്രിങ്, ഇത് 3 ലെങ്തുള്ള അടുത്ത സബ്സ്ട്രിങ്, ഇത് 3 ലെങ്തുള്ള അടുത്ത സബ്സ്ട്രിങ്. അതായത് മൊത്തത്തിൽ ഇത്രയും സബ്സ്ട്രിങ്സ് ആണ് ഉള്ളത്. ഞാൻ ആ സബ്സ്ട്രിങ്സിനെയൊക്കെ ഇങ്ങോട്ട് എഴുതാം അല്ലേ. ആദ്യത്തെ ഏതായിരുന്നു? XYZ, രണ്ടാമത്തത് YZZ, മൂന്നാമത്തത് ZZA, ZAZ. ഇതാണ് 3 ലെങ്തുള്ള നമ്മുടെ സബ്സ്ട്രിങ്സ് എന്ന് പറയുന്നത്. മൊത്തം 4 സബ്സ്ട്രിങ്സ് ഇതിലുണ്ട്. ഈ സബ്സ്ട്രിങ്സിൽ ഗുഡ് ഏതൊക്കെയാണ്? ഇത് ഗുഡാണ്, റിപ്പീറ്റിംഗ് ആയിട്ട് ഒന്നുമില്ല. ബാഡാണ്, റിപ്പീറ്റിംഗ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്.
പക്ഷേ ഇത് ആദ്യത്തെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ ബാക്കി ഒന്നിലും ഇതില്ലാന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ലൂപ്പ് ചെയ്ത് തന്നെ പോകണം. സോ ഗൈസ്, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോർ ലൂപ്പ് ഡിഫൈൻ ചെയ്യും അല്ലേ. അതിന് മുമ്പ് നമുക്കൊരു കൗണ്ടർ വേണം അല്ലേ. ഒരു എത്ര സബ്സ്ട്രിങ്സ് ഉണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു ഗുഡ് കൗണ്ട് എന്നുള്ള ഒരു കൗണ്ട് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാം. സപ്പോസ് 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫോർ ലൂപ്പ് ഇടും അല്ലേ. ഫോർ ഐ ഇൻ റേഞ്ച് നമ്മൾ റേഞ്ച് ഇടുമ്പോൾ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ വേണം. പക്ഷേ നമ്മൾ ഇങ്ങനെയാണല്ലോ അല്ലേ, ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു അറേ മൊത്തത്തിലാണ് എടുക്കുന്നത് അല്ലെ, ഈ ഒരു സബ് അറേ മൊത്തത്തിലാണ് എടുക്കുന്നത്, സബ്സ്ട്രിങ് മൊത്തത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ 0th ഇൻഡെക്സിൽ നിൽക്കുമ്പോൾ നമുക്ക് 1 2 3 ഈ 3 പോയിൻറ്റ്സ് നമ്മൾ എടുക്കും. ഫസ്റ്റ് ഇൻഡെക്സിൽ നിൽക്കുമ്പോൾ 1 2 3 ഈ 3 പോയിൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും അല്ലേ. എങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ലിസ്റ്റ് സ്ലൈസിങ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു റേഞ്ചിനെ എടുക്കാൻ പറ്റും അല്ലേ. ലിസ്റ്റ് കോമ്പിനേഷനൊക്കെ യൂസ് ചെയ്തിട്ട് ലിസ്റ്റ് അല്ല, എന്താ പറയുക, സ്ട്രിങ് സ്ലൈസിങ് എന്ന് വേണമെങ്കിൽ പറയാം. ആസ് എ സ്ട്രിങ്ങിനെ നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാമല്ലോ ഇൻഡെക്സ് കൊടുത്തിട്ട്. എങ്ങനെയാണ്, അപ്പോൾ സ്ട്രിങ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇത് എസ് ആണെങ്കിൽ എസ് ഓഫ് 0 ഈസ് ടു 0 1 2 എന്ന് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സ് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ 2 എണ്ണം കൂട്ടിയിട്ട് നമ്മൾ ഈ സബ്ബറെ എടുക്കും. അപ്പോൾ നമുക്ക് ഇത് ഇടുമ്പോൾ ഈ 3 എണ്ണം നമ്മൾ എടുക്കും, ഇത് കിട്ടുമ്പോൾ നമ്മൾ ഈ 3 എണ്ണം എടുക്കുന്നുണ്ട്, ഇത് കിട്ടുമ്പോൾ നമ്മൾ ഈ 3 എണ്ണം എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പോയിൻ്റ് വരെ മതി അല്ലേ, ഈ പോയിൻ്റ് വരെ ലൂപ്പ് ചെയ്താൽ മതി. അപ്പോൾ ലൂപ്പ് 0 1 2 3 വരെ പോയാൽ മതി, 4 പോകണ്ട. കാരണം 4 പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് 3 എണ്ണം അല്ലേ ഉള്ളൂ സബ്സ്ട്രിങ് എന്ന് പറയുന്നത്, 3 ലെങ്തിലാണല്ലോ. അപ്പോൾ 3 വരെ മതി. എന്താണ് 3 എന്ന് പറയുന്നത് 5 ആണ് ഇതിൻ്റെ ടോട്ടൽ ഇൻഡെക്സ്, അതായത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6ൽ നിന്ന് 3 എണ്ണം കുറച്ച് മതി നമുക്ക് അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ, റേഞ്ച് n-2 കൊടുക്കും അല്ലേ. n-2 കൊടുക്കും. n എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ടോട്ടൽ ലെങ്ത് നമ്മൾ എടുത്തിട്ട് ആ ലെങ്ത് -2 നമ്മളിവിടെ കൊടുക്കും. സോ എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പോയിൻ്റ് വരെ വന്നിട്ട് നിൽക്കത്തുള്ളൂ, കാരണം അവിടം വരെ മതി. സോ നമ്മളവിടെ അങ്ങനെ ലൂപ്പ് ചെയ്ത് പോവും. ഓരോ ലൂപ്പിൽ കയറുമ്പോഴും നമ്മൾ സബ്സ്ട്രിങ് എടുക്കും. എങ്ങനെ സബ്സ്ട്രിങ് എടുക്കും, എസ് ഇതാണ്, ഈ ഒരു സ്ട്രിങ് ആണ് എസ് ഓഫ് ഐ ഈസ് ടു i + 3 3 നമുക്ക് വേണ്ടത്. ഇത് ഐ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ 0 പ്ലസ് ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് എന്താ വേണ്ടത്, 0 + 3 ആണ് വേണ്ടത്. എന്താ 1 2 ഇവിടം വരെ വേണം അല്ലേ. ഇപ്പോൾ 3 0 ഈസ് ടു 3 കൊടുത്താൽ മാത്രമേ സെക്കൻഡ് ഇൻഡെക്സ് വരെയുള്ള സാധനം സ്ലൈസ് ചെയ്തെടുക്കത്തുള്ളൂ. അപ്പോൾ 0 + 3 ആണ് നമ്മളവിടെ കൊടുക്കുന്നത്. സോ ഓൾവേസ് 3 വെച്ചിട്ട് നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ സബ്സ്ട്രിങ് കിട്ടി അല്ലേ. സബ്സ്ട്രിങ് കിട്ടിയ സ്ഥിതിക്ക്, അതായത് ഈ ഒരു സ്ട്രിങ് ആദ്യത്തെ സബ്സ്ട്രിങ് തന്നെ ഇരിക്കട്ടെ XYZ, ഈ കിട്ടിയ സാധനം യുണീക്കായിട്ടുള്ള വാല്യൂസ് ആണെന്ന് എങ്ങനെ അറിയും, സിമ്പിളാണ്. നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം, അത് വേറൊരെണ്ണത്തിലോട്ട് ആഡ് ചെയ്തൊക്കെ നോക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അല്ലേ. നമ്മൾ സിംപ്ലി സ്ട്രെയിറ്റ് അവേ ഈ സബ്സ്ട്രിങ്ങിനെ സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ, സെറ്റിൽ യുണീക്കായിട്ടുള്ള വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആക്ച്വൽ ലെങ്ത് എത്രയാണ്, ഈ സബ്സ്ട്രിങ്ങിൻ്റെ, അതായത് XYZ ആണെന്ന് വെച്ചോ, XYZൻ്റെ ലെങ്ത് എത്രയാണ്, 3 ആണ്. എന്നിട്ട് നമ്മൾ സെറ്റിലോട്ട് XYZനെ കൺവേർട്ട് ചെയ്തിട്ട് അപ്പോഴും ലെങ്ത് 3 ആണോ എന്ന് ചെക്ക് ചെയ്താൽ പോരെ. 3 ആണെങ്കിൽ അത് ഗുഡ് സ്ട്രിങ് ആണെന്ന് അർത്ഥം, കാരണം യുണീക്ക് വാല്യൂസ് ആണ് എല്ലാം. അപ്പോൾ ഈ ലെൻ ഓഫ് സെറ്റ് ഓഫ് നമ്മുടെ സബ്സ്ട്രിങ് അല്ലേ, ഞാൻ സീഡോ കോഡാണ്. ഓക്കെ, 3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇവിടുത്തെ ഗുഡ് കൗണ്ട് +=1 കൊടുക്കും. ഇങ്ങനെ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്താൽ അവസാനം നമുക്ക് ഈസി ആയിട്ട് റിട്ടേൺ ചെയ്യാം ഗുഡ് കൗണ്ട്. സോ ഒരു ബേസിക് ഐഡിയ മനസ്സിലായെങ്കിൽ ഞാൻ കോഡിലോട്ട് പോവാം.
ഫസ്റ്റ് തിങ് എന്താണ്, നമ്മൾ ഗുഡ് കൗണ്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. സെക്കൻഡ് തിങ് എന്താണ്, നമുക്ക് ആദ്യം ഈ എന്നിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം അല്ലേ. ലെങ്ത് ഓഫ് എസ്. നെക്സ്റ്റ് എന്താ, നമുക്കിവിടെ ലൂപ്പ് ഇടാം. അല്ലേ, ഓക്കെ. സബ്സ്ട്രിങ് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാം. i = i + 3 ആണ്. ഇവിടെ എന്താണോ കിടക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള ഇൻഡെക്സ് വരെയാണല്ലോ പോകുന്നത്. അപ്പോൾ നമുക്ക് +3 കൊടുക്കണം. 0, 1, 2 വരെ പോകണം. അങ്ങനെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സബ്സ്ട്രിങ് ഫോർ i ഇൻ സബ്സ്ട്രിങ് എടുത്തു. ഇനി നമ്മൾ ഇഫ് സെറ്റ് ഓഫ് സബ്സ്ട്രിങ്, സെറ്റ് അല്ല ലെങ്ത് ഓഫ് സെറ്റ് അല്ലേ, ലെങ്ത് ഓഫ് സെറ്റ് ഓഫ് സബ്സ്ട്രിങ് ഈസ് ഈക്വൽ ടു 3 ആണെന്ന് നോക്കും. 3 ആണെങ്കിൽ സബ്സ്ട്രിങ് യൂണീക്കാണ്. അപ്പോൾ ഗുഡ് കൗണ്ട് പ്ലസ് ഈസ് ഈക്വൽ ടു 1 കൊടുക്കും. സോ ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഗുഡ് കൗണ്ട് തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട്. യെസ്, സോ അതാണ് ബേസിക്കലി ഈ ഒരു പ്രോബ്ലം.